ഈ കാണുന്ന കിലോമീറ്റർ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കിലോമീറ്ററിൻ്റെ റീസ്റ്റോറേഷനാണ്. അതുപോലെ നിലവിൽ ഇപ്പോൾ ഈ ഒരു കിലോമീറ്ററിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. എൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു അവസ്ഥയിലുള്ള മൾട്ടിമീറ്റർ ആയിട്ട് ഞാൻ ആദ്യമേ ഒന്ന് മേടിക്കാനൊന്നും മടി കാണിച്ചിരുന്നു. ഇത് റെഡിയാക്കാൻ പറ്റുന്നൊരു വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഇതിന് 50 രൂപ പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചതങ്ങ് വാങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിസ്പ്ലേ ഡാമേജ് ആയാലും ഇത് നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന എഴുത്ത് കാര്യങ്ങളൊന്നും നമുക്ക് വായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്പ്ലേ അതുപോലെ വണ്ടികളിലൊക്കെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെഡിയാക്കണമെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ഇങ്ങനെയുള്ള ഡിസ്പ്ലേ ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഇതിലാണ് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ ഒരു കിലോമീറ്റർ നമ്മൾ റീസ്റ്റോർ ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ ഒരു കിലോമീറ്ററിനെ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് അതുപോലെ മറ്റുള്ള കംപ്ലൈൻറ്റ് എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു കിലോമീറ്റർ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ ഒരു കിലോമീറ്ററിൻ്റെ ബാറ്ററി കവറിൻ്റെ സ്ക്രൂ മിസ്സിങ് ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു ബാറ്ററി കവർ ഇൻസുലേഷൻ്റെ പൊട്ടിച്ച നിലയിലായിരുന്നു. അതുപോലെ അത്യാവശ്യം എല്ലായിടത്തും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഡാറ്റ ഹോൾഡ് ഓൺ ഓഫിൻ്റെ ഈ ഒരു സ്വിച്ച് ഇത് കംപ്ലൈൻ്റ് ആണ്. ഇത് നിലവിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ലിവറിനൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ചെറിയതായിട്ട് ഈ ഒരു കോറിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ട്. പിന്നെയുള്ള രണ്ട് മെയിൻ പ്രശ്നം, ഒന്ന് ബാറ്ററി ഇട്ടാലും ഓൺ ആവുന്നില്ല. അതിൽ ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു ഡിസ്പ്ലേ ഡാർക്ക് പോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചുരുങ്ങിയിരിക്കും പോലെയൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ആയ ഡിസ്പ്ലേക്ക് വീണ്ടും ശരിയാക്കാന്നുള്ള രീതിയിലുള്ള വീഡിയോ ഒക്കെ ഞാൻ പലതിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തൊന്ന് പരീക്ഷിച്ച് നോക്കി. സംഭവം വിജയകരമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കിലോമീറ്റർ ഫുള്ളായിട്ട് എല്ലാം അഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് ആദ്യം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കിലോമീറ്റർ ഇവിടെ അഴിച്ച് ഓപ്പണാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു വയർ കട്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ആരെങ്കിലും അഴിച്ച സമയത്ത് സംഭവിച്ചതായിരിക്കണം. അപ്പോൾ ഇനി ഇതെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കാൻ പോകണം. എല്ലാം ഉൾപ്പെടുത്താതെ വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോയുടെ സമയം കൂടും, അതുകൊണ്ടാണ്. അങ്ങനെ ഞാനിവിടെ ഈ ഒരു മീറ്ററിൻ്റെ ബോർഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയും ബോർഡിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഈ കണക്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് പോയിന്റുകളൊക്കെ ദ്രവിച്ച പോലെയാണ് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു ഡിസ്പ്ലേയുടെ ബാക്കിലുണ്ടായിരുന്ന ഈ ഒരു ഫിലിം പോലെയുള്ള സാധനം, എന്തോ പോളാരിസേഷൻ ഫിലിം അങ്ങനെ എന്തോ പേരാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. എങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ബാക്കിലുള്ള ഈ ഒരു പോളാരിസ്ഡ് ഫിലിം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മിക്കവാറും ഇങ്ങനെയുള്ള സ്ക്രീനുകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. വണ്ടികളിലൊക്കെ മീറ്ററുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇങ്ങനെ. ഇതിൽ ഡാമേജ് ആയ ഒരു പോളാരിസ്ഡ് ഫിലിം നമുക്ക് മാറ്റിയിട്ട് വേറെ ഇടാം ഇനി. അതുപോലെ ഇങ്ങനെയുള്ള ഡിസ്പ്ലേയുടെ ബാക്കിൽ വരുന്ന ഈ ഒരു പോളാരിസ്ഡ് ഫിലിം ഇത് കിട്ടാനും പാടൊന്നുമില്ല. ഇപ്പോൾ പോളാരിസേഷൻ ഫിലിം ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളിൽ കിട്ടുന്ന വലിയ ഷീറ്റായിട്ടാണ്. നമുക്ക് ചെറിയ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ ഷീറ്റായിട്ട് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ആയ മൊബൈലിൻ്റെ സ്ക്രീനോ അല്ലെങ്കിൽ ടാബ്, ലാപ്ടോപ്പ്, LED, LCD TV, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പോളാരിസേഷൻ ഫിലിം എടുക്കാം. പഴയ പോളാരിസേഷൻ ഫിലിം മാറ്റിയപ്പം ഡിസ്പ്ലേയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ WD-40 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിലും ചില ഭാഗത്തൊക്കെ ക്ലാവ് പോലെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ WD-40 ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡ് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനും WD-40 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ WD-40 ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ബോർഡുകൾ ക്ലീൻ ചെയ്താലുള്ളൊരു പ്രശ്നം, ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ആ ഒരു ഓയിൽ മയം പോവില്ല. അപ്പോൾ ഇത് കോട്ടൺ വേസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെങ്കിലാണ് ആ ഒരു ഓയിൽ മയം ബോർഡിൽ നിന്ന് പോവുള്ളൂ. അതുപോലെ ഈ ഒരു സ്വിച്ചും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനും WD-40 അടിക്കുകയാണ്. ഈ ഒരു സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ കയറി വരില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. WD-40 ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഉപകാരമാണ്. അതുപോലെ ഈ ഒരു നെറ്റ് അഴിഞ്ഞു വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. തുരുമ്പ് പോലെയൊക്കെ എന്തോ കയറിയിട്ട് അവിടെ ഞാൻ WD-40 അടിച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് അഴിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാ സ്പെയറും സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. ബോർഡും ഡിസ്പ്ലേയും ഒഴികെ എല്ലാം നമ്മൾ കഴുകുന്നുണ്ട്. ഞാനിവിടെ ആക്രിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെ ശരിയാകുമോ എന്നുള്ള കാര്യം രണ്ടാമതാണ് നമ്മൾ നോക്കുന്നുള്ളൂ. ആദ്യമേ ഇതെല്ലാം അഴിച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. കഴുകാനായിട്ട് കാർ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഓവറായിട്ട് കാണിച്ച് വലിച്ചു നീട്ടുന്നില്ല. ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കാനുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ ഇവിടെ കഴുകുന്നില്ല. ഇതാ ലിവർ പോലെയുള്ള സാധനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അയൺ കോറിലൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് WD-40 ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഈ തുരുമ്പൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ എല്ലാ സ്പെയറും കഴുകി ക്ലീനാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പഴയതുപോലെ റീഫിറ്റ് ചെയ്യാം. മുമ്പ് കാണിച്ച അയൺ കോറിൽ കോയിൽ ചുറ്റിയ 2 പീസ് അത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിലുണ്ടായിരുന്നതാണ്. അത് നമ്മൾ പഴയതുപോലെ തന്നെ പിടിപ്പിച്ച് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയ ഡിസ്പ്ലേ എങ്ങനെയാണ് ശരിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പം വണ്ടിയുടെയൊക്കെ മീറ്റർ കേടായാലും ഇതേ രീതി ചെയ്താൽ മതി. ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്, പരീക്ഷണമായിരുന്നു എൻ്റെ.
അപ്പോൾ ഇതേ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു പൊളാരിസിൻ്റെ ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ക്യാമറയുടെ ഡിസ്പ്ലേ ആണ് എടുക്കുന്നത്. അതുപോലെ പഴയ ഡിസ്പ്ലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ബാക്ക് ലൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ലെയറുകളുണ്ട്. അപ്പോൾ കൂടുതൽ ലെയർ വന്നാലും അതിൽ സംശയിക്കൊന്നും വേണ്ട. ഇതിൽ ഉണ്ടായിരുന്ന ആ ഒരു പഴയ ക്രമത്തിൽ തന്നെ നമ്മൾ പുതിയ ഡിസ്പ്ലേയിലേക്ക് റീപ്ലേസ് ചെയ്താൽ മതി, ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്ത്. നമ്മുടെ മീറ്ററിൻ്റെ പഴയ ഡിസ്പ്ലേയിൽ 2 ലെയറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 3-4 ലെയറായിട്ട് ഇങ്ങനെ ഓരോ ഷീറ്റുകളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റ് അറിയത്തില്ല. ഒന്ന് നല്ല സിൽവർ നിറത്തിലുള്ള ഗ്ലാസ് പോലത്തെ ഒരു ഷീറ്റ്, അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ്, അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് നിറത്തിലൊരു ചെറിയ ഷീറ്റ്, അതിൻ്റെ മുകളിലും ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, ഒരു സിൽവർ നിറത്തിലുള്ള. അതുപോലെ ഇതിന് ഇത്രയും ലെയറുകൾ വരാൻ കാരണം ഇതിന് ബാക്ക് ലൈറ്റ് കൂടി ഉള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ലെയറുകൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലാമ്പ് മീറ്ററിന് 2 ലെയറുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇതിന് മൊത്തത്തിലിപ്പം 5 ലെയറുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പൊളിച്ചെടുക്കുന്ന ഈ ലെയറാണ്. ഇതിന് അകവും പുറമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരിഞ്ഞു വേണമെങ്കിൽ കറക്റ്റായിട്ട് വർക്കാവില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ലെയർ ഇത് നമ്മൾ പൊളിച്ചെടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ചാൽ മതി. അതിൽ അകവും പുറമൊക്കെ തിരിഞ്ഞു വേണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ പരീക്ഷിച്ച് നോക്കാനായിട്ട് ഇവിടെ ഓരോ ലെയറുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിൻ്റെ കറക്റ്റ് അളവിൽ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഫൈനലായിട്ട് സംഭവം ശരിയാക്കി. ഇതെങ്ങനെ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഡിജിറ്റ് തെളിയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഇവിടെ സ്ക്രൂ നിന്നിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓണാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ ബാക്കിൽ ഇങ്ങനത്തെ 2 ലെയറുകൾ മാത്രമായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടുമാണ് പൊളിഞ്ഞു പോയത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ മൊത്തത്തിൽ 5 ലെയറുകളായിരുന്നുള്ളത്. ഇതിനിങ്ങനെ 3 ലെയർ കൂടുതൽ വരാൻ കാരണം ഇതിന് ബാക്ക് ലൈറ്റ് സപ്പോർട്ടിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലൈൻ്റ് ആയ സ്ക്രീനിന്നൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഈ ലെയറുകൾ ഇത് ക്രമം തെറ്റാതെ നോക്കിയാൽ മതി. പഴയ സ്ക്രീനിലുണ്ടായിരുന്ന ലെയറുകൾ അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് റീഫിറ്റ് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചു കൊടുത്തപ്പം ഒരു കണ്ണാടി ചില്ല് പോലെയും ഇപ്പോഴാണ് ഇത് നമുക്ക് ബാക്കിലുള്ളത് കാണാൻ പറ്റുന്നത്. ഇതാണ് പൊളാരിസർ ഫിലിം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴയ ഫിലിമുകൾ പൊളിച്ചെടുക്കുമ്പം, അതായത് പൊളറൈസേഷൻ ഫിലിമൊക്കെ പൊളിച്ചെടുക്കുമ്പം പഴയ ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഇരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ പുതിയ ഡിസ്പ്ലേയിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വർക്കാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യമേ നമ്മൾ ഡിസ്പ്ലേയിൽ പൊളറൈസർ ഫിലിമാണ് വെക്കാവുള്ളൂ. അത് കഴിഞ്ഞാണ് ബാക്കിലേക്കുള്ള ഫിലിമുകൾ വെക്കുന്നത്. അതുപോലെ എൻ്റെ പുറകിലുള്ള ഈ ലെയറുകളുടെ ഒന്നും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചിട്ട് അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കാം. അതുപോലെ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ബാക്ക് ലൈറ്റുള്ള രീതിയിലും ആക്കിയെടുക്കാൻ പറ്റും. ഇത് ബാക്ക് ലൈറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ വെച്ച ആ ലെയർ. ഈ ഒരു ലാസ്റ്റായിട്ട് ഞാൻ 5ാമത്തെ ഈ ഒരു ലെയർ വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ഡിസ്പ്ലേയുടെ ആ ഒരു നിറമൊക്കെ കറക്റ്റായിട്ട് സെറ്റായി വന്നത്. അതുപോലെ ഇതിലെഴുതി വരുന്ന ആ ഡിജിറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാനും പറ്റിയത് ഈ ഒരു ലെയറും കൂടെ വെച്ചപ്പോഴാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇതൊക്കെ നേരിട്ട് കൈകൊണ്ട് തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ എങ്ങനെ ചെയ്താൽ ഇത് വിജയമാവുമെന്ന് എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഞാൻ ചുമ്മാ പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയതാണ് ഇവിടെ. അപ്പോൾ എന്തിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഇങ്ങനെ പഴയത് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എടുത്തൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പഴയ ടാബ്, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള എല്ലാത്തിനും ഡിസ്പ്ലേ എടുക്കാം. അതുപോലെ LCD TVയുടെയൊക്കെ ഡിസ്പ്ലേയുടെ അത് എടുക്കാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പൊളാരിസേഷൻ ഫിലിം തിരിഞ്ഞു പോയാലത്തെ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെയാണ് വെച്ചേക്കുന്നത്. നേരെ വെക്കുന്ന സമയത്ത് ആ ഒരു ബാക്കിലുള്ള ആ ഒരു വൈറ്റ് നിറം നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിന് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കണ്ണാടി പോലെയൊക്കെയാണ് വർക്കാവുന്നത്. ഫുള്ളായിട്ട് ഡാർക്ക് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതി വരുന്ന ഡിജിറ്റൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതി ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ ഫൈനലായിട്ട് ഈ ഒരു ക്ലാമ്പ് മീറ്ററിൻ്റെ സ്വിച്ച് നിന്ന് വയറൊക്കെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും റീസോൾവ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിലെ കട്ടായി പോയ ഈ ഒരു വയറൊക്കെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതെല്ലാം സ്ക്രൂവിലായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആക്രിക്കടയിൽ നിന്നും 50 രൂപയ്ക്ക് മേടിച്ച് ഈ ഒരു ക്ലാമ്പ് മീറ്ററിൻ്റെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുപോലെ കണ്ടിന്യൂറ്റി മോഡും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബസറിന് ചെറിയൊരു രീതിയിൽ സൗണ്ട് ഒരു പതറി പോലെയാണ്. ബസർ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും, അത് മാറിയാൽ മതി. അതുപോലെ AC ലൈൻ വോൾട്ട് അതും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ AC ആംബിയറും ചെക്ക് നോക്കി. AC ആംബിയറും വർക്ക് ചെയ്യുന്നുണ്ട്. ലോഡായിട്ട് ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്നത് 40 വാട്ട്സിൻ്റെ ഫിലമെൻറ്റ് ബൾബാണ്. അപ്പോൾ ആക്രിക്കടയിൽ ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ക്ലാമ്പ് മീറ്റർ നമ്മളിവിടെ 50 രൂപ കൊടുത്ത് മേടിച്ചു. അതിനെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ ഒരു ക്ലാമ്പ് മീറ്ററിന് ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനും വലിയ ചിലവൊന്നും ആയിട്ടില്ല. ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു കണക്റ്റെല്ലാം ദ്രവിച്ച പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊളാരിസർ ഫിലിം അത് ചുളുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഴയൊരു സ്ക്രീനിൽ നിന്ന് എടുത്തുകൊണ്ട് അതിനും പൈസ ചിലവൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡേറ്റ ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സ്വിച്ച് അത് സ്റ്റക്കായിരുന്നു. അത് നമ്മൾ WD-40 ഉപയോഗിച്ചപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കാൻ കുറച്ച് ഷാമ്പുവും വെള്ളവും ഇത്രയൊക്കെ. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സാധനങ്ങൾ കേടാകുമ്പം ഇതുപോലെ ആക്രിയിലേക്ക് കൊടുത്ത് ഒഴിവാക്കുന്നതിന് പകരം അതൊന്ന് ശ്രമിച്ച് നോക്കുക, നന്നാക്കാൻ പറ്റുമെന്ന്. ചിലതൊക്കെ നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ കാണുള്ളൂ. അതുപോലെ ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ആയ ഡിസ്പ്ലേയിലൊക്കെ പൊളാരിസർ ഫിലിമൊക്കെ ചേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ. അതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ പരിഹരിക്കാം. അതുപോലെ ഇടയ്ക്ക് നമ്മളിങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസും ചെയ്യുന്നുണ്ട് ഇനി മുതൽ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.